അങ്ങനെ വാശിയൊന്നും പിടിക്കണ്ട. എനിക്ക് തോന്നുമ്പോഴേ ഞാൻ വരത്തുള്ളൂ. ഗുഡ് നൈറ്റ്. ഹലോ എന്താ ദീപ ഇത്? പ്രേമം. പാമ്പിനെയാ പ്രേമിക്കുന്നത്? കടി കൊള്ളാതിരിക്കാൻ എനിക്കറിയാം പാപ്പേട്ട. ഈ ഒരു കാര്യത്തിലേ എനിക്ക് നിന്നോട് എതിർപ്പുള്ളൂ. ആ പിന്നെ 3 ഏക്കർ ഉടനെ എന്റെ പേരിൽ വരും. അത് പിന്നെ കണ്ണേട്ടന്റെ പേരിലും. മുകളിൽ ആകാശവും താഴെ ഭൂമിയായിട്ട് നടക്കുന്ന എനിക്ക് എന്തിനാ അതൊക്കെ? മണ്ണിനെ സ്നേഹിക്കുന്നവർക്ക് മണ്ണ് കൊടുക്കണം. പപ്പേട്ടനും കണ്ണേട്ടനും ഒക്കെ ഉഴുതുമറിക്കാൻ മണ്ണായി. ഇനിയിപ്പോ ധൈര്യമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവാം. ഏയ്, എന്നാലും അവളുടെ കാശ് കൊടുത്ത് വാങ്ങുന്ന പറമ്പിൽ അധ്വാനിക്കാൻ തോന്നില്ല ദീപ. അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട പപ്പേട്ട. അവളും അവളുടെ പപ്പയും അമ്മയൊക്കെ പിന്നെ എന്താ ഇത്? എല്ലാം കണ്ണേട്ടന് നഷ്ടമാക്കി, ജീവിതം പോലും ഇല്ലാതാക്കില്ലേ. അതുകൊണ്ട് കരുണന്റെ അധ്വാനം നിങ്ങളൊക്കെ മുതലാക്കണം പപ്പേട്ട. അയാൾക്കെന്തിനാ ആ മണ്ണ്? അതിനെ സ്നേഹിക്കുന്നവർക്കാണ് അത് കൈവരേണ്ടത്. ഇപ്പോഴും 5-6 പശുക്കളുണ്ടല്ലോ തൊഴുത്തില്. ആ പറമ്പിലൊരു തൊഴുത്തൊക്കെ കെട്ടി ഒരു കൊച്ചു വീടൊക്കെ വച്ച് കണ്ണേട്ടൻ പ്രമാണിയെ പോലെ ജോലി ചെയ്യുന്നതും ചെയ്യിക്കുന്നതും എനിക്ക് കാണണം പാപ്പേട്ട. അത് ആ പാവം മനുഷ്യനൊപ്പം ജയിലിൽ കിടന്നപ്പോ പോലുള്ള ആഗ്രഹം. ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നീ നിന്റെ ജീവിതം വെച്ച് കളിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഞാൻ എന്റെ ജീവിതം വെച്ചല്ല കളിക്കുന്നത്. വിജിതയാണ് അവളുടെ ജീവിതം എന്റെ മുമ്പിൽ അടിയറ വെച്ചത്. ഒരിക്കലും അവൾക്കിനി എന്നെ തള്ളി പറയാൻ പറ്റില്ല പാപ്പേട്ട. അങ്ങനെ പറഞ്ഞാലും എന്റേതായ ഒരു സ്വത്ത് അവളുടെ കയ്യിലുണ്ട്. ഞാൻ അവൾക്ക് കൊടുത്ത കുഞ്ഞ്. കണ്ണേട്ടനോട് പോലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ണിക്കൊരു കുഞ്ഞുണ്ടാവാത്തത് അവന് മക്കളെ വളർത്താൻ അർഹതയില്ലാത്തോണ്ടാ. കാർത്തൂന്റെ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിച്ചവൻ ഇനി എന്റെ കുഞ്ഞിനെ വളർത്തട്ടെ. വല്ലവന്റെയും കുഞ്ഞ് അവനെ അച്ഛാന്ന് വിളിക്കട്ടെ. ഈ ജന്മം അവൻ ചെയ്ത പാപത്തിന്റെ ഫലം അതാണ്. കണ്ണേട്ടന്റെ ശാപത്തിന്റെ ഫലം. എന്താണോ ഇന്നലെ പറ്റിയത്? ഞാൻ ശരിക്കും ഭയന്നു പോയിട്ടോ. എന്തിനാ വിഷമിക്കുന്നത്? എന്താണെങ്കിലും എന്നോട് പറയാം. അന്നൊരു സംഭവം ഉണ്ടായ കാര്യം സാറിന് അറിയാലോ. ഉണ്ണേട്ടൻ എന്നോട് അന്നത്തെ രാത്രി മോശമായിട്ട് പെരുമാറിയതിനു ശേഷം എനിക്ക് വിവാഹത്തിനോടൊന്നൊരു താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാ സാറ് പിന്നാലെ നടന്നപ്പോഴൊക്കെ ഞാൻ എതിർത്തത്. പിന്നെ സാറിന്റെ ഭാര്യയാവാനുള്ള യോഗ്യതയും എനിക്കില്ലെന്നറിയായിരുന്നു. ഇപ്പൊ എന്തോ ഇന്നലെ രാത്രി ഉണ്ണിയേട്ടന്റെ അന്നത്തെ പ്രവൃത്തികളൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നു. എനിക്കിപ്പോ മനസ്സിലായടോ.
ചില സംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കും. അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല. മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവളാ കാർത്തു. അതിനപ്പുറം മറ്റു ചിന്തകളൊന്നും തന്റെ മനസ്സിലുണ്ടായിട്ടില്ല ഇതുവരെ. അതെനിക്ക് സംസാരിക്കുമ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഓവറാകുമ്പോ താൻ പലപ്പോഴും സംസാരം നിർത്തുമായിരുന്നു. അപ്പോഴെനിക്ക് നേരിയ സംശയം തോന്നിയതാ. ഏതായാലും നമുക്ക് ഉടനെ ഒരു ഡോക്ടറെ കാണാം. ഡോക്ടറെയോ? ആ, ഒരു സൈക്കാട്രിസ്റ്റിന്. എടോ, താൻ പേടിക്കണ്ട. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് ഞാൻ തന്നെ സ്വന്തമാക്കിയത്. അവസാന നിമിഷം അപ്പച്ചിയുടെ ആത്മഹത്യ വരെ ഒഴിവാക്കാൻ കള്ളം പറയേണ്ടി വന്നു. തന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന്. ആ കള്ളം ഉടനെ സത്യമായി പറ്റൂ. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ ഒരു ഡോക്ടറെ കാണാം. നല്ലൊരു ലേഡി ഡോക്ടറെ. ആശുപത്രിയും ഡോക്ടറൊക്കെ പേടിയല്ലേ? ഞാനിങ്ങനെ ആശുപത്രിയിലൊന്നും പോവാറില്ല. കുറെ വർഷങ്ങൾ കൂടിയാ അന്ന് ആശുപത്രി കിടന്നത്. നമ്മുടെയൊക്കെ പ്രായം ആശുപത്രിയിൽ അധികം ചെലവഴിക്കേണ്ട പ്രായമല്ല. എന്നാ നിത്യേന അവിടെ പോകേണ്ട ഒരു കാലം വരും. ശരീരമൊക്കെ ചുക്കി ചുളിയുമ്പോ. പിന്നെ ഹോസ്പിറ്റലും ഡോക്ടറൊക്കെ ആയിട്ട് കഴിയേണ്ടത് ഒരാള് വയറ്റിനകത്ത് വരവറിയിക്കുമ്പോഴാ. എത്രയും പെട്ടെന്ന് നമുക്കിടയിൽ ഒരു കുഞ്ഞു വേണോടോ. തന്റെ കഴുത്തി കിടക്കുന്ന താലിയേക്കാളും നമ്മുടെ ബന്ധം ദൃഢമാവുന്നത് നമ്മളെ അച്ഛ, അമ്മ എന്നൊക്കെ വിളിക്കാൻ ഒരാൾ വരുമ്പോഴാ. അല്ല, രാവിലെ എന്താ പരിപാടി? അടുക്കളയിൽ കയറണം, അമ്മയെ സഹായിക്കണം. അതിനൊന്നും ഒരു മടിയും കാണിക്കണ്ട. അമ്മ മനസ്സുകൊണ്ട് നമുക്ക് സപ്പോർട്ടായിരുന്നു. പിന്നെ പലരെയും പേടിച്ചിട്ട് എന്നെ വിമർശിച്ചെന്ന് മാത്രം. അതുകൊണ്ട് അമ്മയുടെ വലങ്കൈ ആയിരിക്കണം താനെന്നും. അതെന്നോട് പറയണോ? ഓർമ്മയായപ്പോ മുതൽ ജോലി ചെയ്ത് ശീലമുള്ളതുകൊണ്ട് ഈ വീട്ടിലെ പണികളൊക്കെ എനിക്ക് നിസ്സാരവാ. ദേവി, ആഹാ, അതിരാവിലെ അടുക്കള കയറിയോ? എന്തിനാ മോളെ ഇത്രയും രാവിലെ എണീറ്റ് കുളിച്ചത്? കുറച്ചുകൂടി കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നോ? ഞാനെന്നും ഈ നേരത്തെ ഉണരും അമ്മേ. പിന്നെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാ നേരെ അടുക്കളയിൽ കയറും. മോളിവിടെ നിന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് പാടില്ല. ഞാൻ കുളിച്ചു വന്നിട്ട് ചായ ഇട്ടോളാം. രാവിലെ കഴിക്കാനുള്ളതും ഉണ്ടാക്കിക്കോളാം. മോള് പൊയ്ക്കോ. വേണ്ടമ്മേ, എനിക്ക് ഒരു കുഴപ്പമില്ല. മോക്ക് കുഴപ്പമില്ല, പക്ഷേ മോളുടെ വയറ്റി കിടക്കുന്ന ആൾക്കേ ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും. പൊത്തനച്ചി പുരപ്പുറം തൂക്കുന്ന പറയാറ്. എന്നാ മോൾ അങ്ങനെയല്ലെന്ന് എനിക്കറിയാം. കഷ്ടപ്പാടിലൊക്കെ വളർന്നുകൊണ്ട് എത്ര ക്ഷീണമുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കില്ലെന്നും അറിയാം. എന്നാ ഞാൻ ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുന്നിടത്തോളം കാലം അമ്മയാവാൻ പോകുന്ന മരുമോളെ അധികം അടുക്കളയിൽ കയറ്റില്ല. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു നാളായി മഞ്ജുന്റെ. ഇതുവരെ കുട്ടികളായിട്ടില്ല. ആദ്യമായിട്ടൊരു പേരക്കുട്ടി ജനിക്കാൻ പോകുന്നത് മോൾക്കാ. മുത്തശ്ശിമാരായി കഴിഞ്ഞാ പിന്നെ ഞങ്ങളുടെയൊക്കെ സന്തോഷം പേരക്കുട്ടികളാ. ഇതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. മഞ്ജിമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. പേരക്കുട്ടി എന്നൊരു വാക്കു പറഞ്ഞാലേ അവളെ കുത്തുക എന്ന് പറയും. ഒരുപാട് ചികിത്സയൊക്കെ കഴിഞ്ഞു. എന്നാലും ആശ്വസിക്കാനുള്ള ഒരു വാർത്തയും വന്നില്ല. ഏതായാലും അടുത്ത വർഷം ഈ സമയത്ത് ഇവിടെ ഒരു ഉണ്ണി പിറക്കുമല്ലോ. എന്നാ മോള് പോയിക്കോ. ഞാൻ ചായയിടാൻ തുടങ്ങിയതല്ലേ അമ്മേ, ഇനി അതങ്ങ് ഇട്ടോട്ടെ. വേണ്ട, മോൾ ഇങ്ങോട്ട് മാറിക്കേ. ഞാനേ കുളി കഴിഞ്ഞ് വന്നിട്ട് ഇതൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ? സഹായം വേണമെങ്കിൽ ഞാൻ വിളിച്ചോളാം.
വല്ലതും അരിയാനോ പിടിക്കാനോ ഉണ്ടെങ്കിൽ അന്നേരം ചെയ്താൽ മതി. അധികം അടുക്കള ഭാഗത്തൊന്നും നിക്കണ്ട, ചിലപ്പോഴേ മനം പുരട്ടലുണ്ടാവും. മോള് പോയിക്കോ. മോളെ, ഒരു കാര്യം ചോദിക്കാൻ വിട്ടു. രാവിലെ കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? അങ്ങനെയൊന്നുമില്ല. ഒന്നും പറയാതിരിക്കല്ലേ മോളെ. അരുണോടെങ്കിലും എല്ലാം പറയണേ, അവനത് എന്നോട് അറിയിച്ചോളൂ. നിന്റെ ഇവിടുത്തെ ആദ്യ ദിവസം കഴിഞ്ഞു. ഇനി അധികം ഇങ്ങോട്ടൊന്നും വരണ്ട. അടുക്കളയിലും പിന്നാമ്പുറത്തും ചുറ്റിപ്പറ്റി അങ്ങ് നിന്നാ മതി. ഞാൻ അടുക്കളയിലോട്ട് പോയതാ. അപ്പോ അമ്മ എന്നെ ജോലി ചെയ്യാൻ സമ്മതിച്ചില്ല. അമ്മായിയെ അങ്ങനെയൊക്കെ പറയും. പക്ഷേ നിന്റെ മനസ്സിലൊരു ബോധം വേണം. നീ ഇവിടുത്തെ അടുക്കളക്കാരിയാണെന്നുള്ള ബോധം. കാർത്തുപ്പ് ഇവിടുത്തെ അടുക്കളക്കാരിയല്ല, എന്റെ ഭാര്യ. അത് നിനക്ക്. എന്നാൽ ഞങ്ങൾക്കൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. ആരാണ് ഈ ഞങ്ങള്? നീ ഒഴിച്ചുള്ള ഈ വീട്ടിലുള്ളവരെ. ഏട്ടത്തിയുടെ കെട്ടിയാണെന്ന് പറ. എനിക്ക് ഇയാളെന്റെ ഭാര്യയാണെങ്കിൽ അമ്മയ്ക്ക് മരുമോള. ആ കണ്ണോടെ ഞങ്ങൾ കാർത്തുവിനെ കാണൂ. എന്നാൽ എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. പറ്റില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഞാൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണിനെ വായിൽ വരുന്നൊക്കെ വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വലിഞ്ഞു കയറി വന്നവളല്ല കാർത്തു. അന്തസ്സായിട്ട് തന്നെ ഞാൻ ഇയാളെ കൂട്ടിക്കൊണ്ട് വന്നേ. എന്ത് അന്തസ്സാടാ? ആൾക്കാരെ അറിയിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് അമ്മയായ പെണ്ണിനെ. കുഞ്ഞിന്റെ അച്ഛൻ ഇവൻ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട് ഇയാൾക്കും. പിന്നെ നിങ്ങളെ ആരെയും അത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഏട്ടത്തിയോട് കുറച്ച് മാന്യത കാട്ടാൻ പറയണം എന്റെ ഭാര്യയോട്. വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഇവള് മാന്യത കാട്ടണോ? ഒരു കാര്യം ചെയ്യ്, എങ്ങനെ ഇവളോട് പെരുമാറണമെന്ന് നീ ഒരു ചാർട്ട് ഉണ്ടാക്ക്. അതിനനുസരിച്ച് ഞങ്ങളൊക്കെ പെരുമാറാൻ ശ്രമിക്കാം. അപ്പച്ചി എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ കേട്ടോണ്ടിരിക്കും. അതിനെതിരെ സംസാരിക്കാത്ത അപ്പച്ചിയെ അമ്മയെ പോലെ കാണുന്നോണ്ടാ. എന്ന് വെച്ച് എല്ലാവരുടെ മുമ്പിൽ പഞ്ചവച്ച് അടക്കി നിൽക്കാൻ പോകുന്നില്ല ഞാൻ. ഇതാണ് തലയണ മന്ത്രത്തിന്റെ ശക്തി. ഒറ്റ ദിവസം കൊണ്ടേ പുന്നാര അനിയൻ അടിമുടി മാറിയല്ലോ. ഏട്ടത്തിയുടെ സംസാരത്തിന് മറുപടി പറഞ്ഞു പോയാ അത് ക്രിമിനൽ കുറ്റമല്ലേ? നിന്റെ ഭാര്യയ്ക്ക് ഈ വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യ. നീ ഇവളെ ഇനി തന്റെ ഇടം കൂടെ പഠിപ്പിക്കണ്ട. ഞാനായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. ഒരു മൂല ഒതുങ്ങിക്കൂടിയാലും പിന്നെയും ശല്യം ചെയ്യലോ എന്റെ ഏടത്തി. അത് പാടില്ല എന്ന് പറയാൻ ഏട്ടന് പറ്റുന്നുണ്ടോ? അത് തിരുത്താനെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? ഞാൻ വരുമ്പോ എന്റെ കൺവെട്ടത്തി ഇവളെ കണ്ടുപോരുത്. അയ്യോ, ഇയാൾക്ക് മാജിക് അറിയില്ല. അറിയാമെങ്കിലും മാഞ്ഞു പോയെന്നെ. ഈ വീട്ടിൽ ഇപ്പൊ ഏട്ടത്തിക്കുള്ള അതേ അവകാശം തന്നെ ഇയാൾക്കുള്ളത്. പറഞ്ഞത് കേട്ടോ? ഇനി ഇതിനപ്പുറം വല്ലതും കേൾക്കാനുണ്ടോ? ഞാനും ഇവളും തുല്യരാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു വീട്ടിൽ 2 മരുമക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് 2 പേർക്കും തുല്യ സ്ഥാനം തന്നെയാ. അതങ്ങനെ വരുന്നവർക്ക്. ഇവളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ഞാൻ ജോലിക്കാരിയായിട്ട് ഇവിടെ കഴിഞ്ഞോളാം. എന്ത് പറഞ്ഞാലും കേട്ടോളാം, ചെയ്തോളാം. എന്റെ പേരില് നിങ്ങളൊക്കെ തമ്മിൽ വഴക്കിടരുത്. സംസാരം കേട്ട എന്തൊരു പാവോ. പഠിച്ച കള്ളിയവള്. ആരും ഇല്ലായിരുന്നു കാർത്തൂന്. എന്നിട്ട് എടുത്തു വളർത്തിയ ഒരു സ്വന്തം മകളെ പോലെ വളർത്തിയതും നോക്കിയതും. അത് കാർത്തൂന്റെ സ്വഭാവത്തിന്റെ മെച്ചം കൊണ്ട് കൂടിയാ. ആരെയും നോവിക്കാത്ത, ആരോടൊരു പരാതി പറയാത്ത, ഏത് ജോലിയും ചെയ്യാൻ മടിക്കാത്ത ഒരു പെൺകുട്ടിയാ എന്റെ ഭാര്യ. അതുകൊണ്ട് അവളെ എന്തെങ്കിലും പറയുമ്പോ അത് എന്റെ നെഞ്ചിൽ കൊള്ളും. ഞാൻ ഇഷ്ടപ്പെടാത്ത കണ്ടാലും കേട്ടാലും പ്രതികരിക്കുകയും ചെയ്യും. മിക്കവാറും അനിയനും ചേട്ടനും തമ്മിൽ തല്ലുകൂടേണ്ടി വരും ഇങ്ങനെ പോയാ.
നീ കുറച്ചുകൂടെ നിയന്ത്രിക്കണം മഞ്ജു. ഇപ്പോഴവളവന്റെ ഭാര്യയാണ്. അതുകൊണ്ട് നീ പഴയതുപോലെ ഏതു നേരവും അവളോട് വഴക്കിന് ചെല്ലരുത്. ഓ, ഉപദേശത്തിന് നന്ദി. എനിക്കൊരു സ്വഭാവമുണ്ട്. എന്റെ അമ്മ എന്നെ പഠിപ്പിച്ച സ്വഭാവം. അതേ ഞാൻ പിന്തുടരും. അതിന്റെ പേരിൽ വീടിനകത്ത് എന്ത് ബഹളം ഉണ്ടായാലും അടിപിടി ഉണ്ടായാലും ഞാൻ ആ രീതിയിലേ മുന്നോട്ട് പോകും. വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ തോപ്പിക്കാൻ നിൽക്കണ്ട. ഒരു ഉപദേശി വന്നിരിക്കുന്നു. അത് ശരി, അവൻ അങ്ങനെ പറഞ്ഞോ? സാരമില്ല മോളെ, ഞാനങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാത്തിന്റെയും സൂക്കേട് ഞാൻ മാറ്റിക്കൊടുക്കാം. അവളെ ഒന്നും തല പൊക്കാൻ അനുവദിച്ചൂടാ. ഒക്കെയാ അന്നേരം അടിച്ചിരുത്തിക്കോണം. ശരി മോളെ. അവൻ അവൾക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങിയെന്ന്. നമ്മുടെ മോളെ കൊച്ചാക്കി തുടങ്ങിയെന്ന്. മഞ്ജുവിന്റെ സ്വഭാവം എന്താണെന്ന് ബാക്കി പറ. അവളെ എന്നെ അനുകരിക്കുന്ന മോള, മിടുക്കിയ. അത് ചിലപ്പോ നിങ്ങൾക്ക് ദഹിക്കുന്നുണ്ടാവില്ല. എല്ലാ ആണും പെണ്ണും ഒരേ സ്വഭാവക്കാരല്ല ദേവേ. അങ്ങനെ ധരിക്കുന്ന തെറ്റ്. മാളുവിനെ ആരും വിവാഹം കഴിച്ചിട്ടില്ല. അവളെ മറ്റൊരു വീട്ടിലേക്കാണ് കല്യാണം കഴിച്ചുകൊണ്ട് പോകേണ്ടത്. ആ വീട്ടിലുള്ളവരുടെ സ്വഭാവം എന്താണെന്ന് പറയാൻ പറ്റില്ല. കീഴടങ്ങാൻ മനസ്സുള്ള ആൾക്കാരുണ്ട്. അതാണ് കുടുംബജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് അടിസ്ഥാനമെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അത്തരക്കാരാണ് പെൺകുട്ടികളെ വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ സംസാരമില്ലാതെ മുന്നോട്ട് പോകും. അതല്ല, വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ആണാണെങ്കിൽ എന്നും അടിയും വഴക്കും തന്നെ ആയിരിക്കും ഫലം. അത്തരം ബന്ധങ്ങൾ അധികം നീണ്ടുപോകാറുമില്ല. എന്റെ മോളെ ഭരിക്കുന്ന ഒരുത്തനെ അവൾക്ക് വേണ്ട. കെട്ടിക്കൊണ്ടു പോകുന്നവൻ ആരായാലും അവൻ അവളെ അടിമയാക്കിയാൽ അവൻ അടിയും കൊടുത്തിട്ട് ഞാൻ എന്റെ മോളെ തിരികെ വിളിച്ചോണ്ട് വരും. അച്ഛനമ്മമാർക്ക് ആരോഗ്യമുള്ളപ്പോ ഭർത്താവിന്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ താല്പര്യമില്ലാത്ത പെൺകുട്ടികൾ അതൊരവസരമായി കണ്ട് ചെറിയ വഴക്കുണ്ടാവുമ്പോ സ്വന്തം വീട്ടിലേക്ക് പോരും. നീ ഇനി പോകണ്ട മോളെ എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയും ചെയ്യും. അവരെ ബുദ്ധിയില്ലാത്ത അച്ഛനും അമ്മയെന്നെ ഞാൻ വിളിക്കൂ. എന്നും നമ്മളൊന്നും ആരോഗ്യത്തോടെ ഇരിക്കില്ല ദേവേ. അവശത വന്നാൽ എല്ലാ വാശിയും കെട്ടടങ്ങും. തീർന്നോ? ഇതാ പള്ളിയിലച്ഛനാവേണ്ടവരെയൊക്കെ പിടിച്ച് ഭർത്താവാക്കിയാലുള്ള കുഴപ്പം. അവരിങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരുടെ സ്വഭാവം പിടികിട്ടിയാലും എന്റെ മകളുടെ കാര്യത്തിൽ എനിക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. മാളവികയുടെ മനസ്സിൽ അരുൺ ഉള്ളിടത്തോളം കാലം എനിക്ക് അവൻ രണ്ടാം കെട്ടുകാരനാണെന്ന് തോന്നേണ്ട കാര്യമില്ല. അതൊരു പോരായ്മയെ കരുതേണ്ട കാര്യമില്ല. നിങ്ങൾ നോക്കിക്കോ, അരുണിനെയും അവന്റെ ഭാര്യയെയും വേർപിരിച്ചിട്ട് എന്റെ മോളുടെ ആഗ്രഹം ഞാൻ നടത്തി കൊടുത്തിരിക്കും. അതുകൊണ്ട് ഇനി എന്റെ തറവാട്ടിലേക്കുള്ള ഓരോ പോക്കും അതിനു വേണ്ടി മാത്രമായിരിക്കും. അമ്മായി കഴിക്കുന്നില്ലേ? അവരോട് വരട്ടെ. അമ്മായി എന്താ കയറി വന്നവൾക്ക് ഭക്ഷണം വാരി കൊടുത്തിട്ടേ കഴിക്കത്തുള്ളൂ? അങ്ങനെ ഞാൻ പറഞ്ഞോ? അരുൺ ഇന്നലെ ഒരു പെങ്കൊച്ചനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പോ അവള് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കുന്നത് നല്ലതല്ലെന്ന് തോന്നി. അനന്തേട്ടാ, നീ പറഞ്ഞത് കേട്ടോ. ഇനി നമ്മളും അതനുസരിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീ വെറുതെ കാര്യങ്ങൾ വളച്ചൊടിക്കണ്ട മഞ്ജു.
അത് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ ഭാഗത്തേക്ക് നോക്കണ്ട മഞ്ജു. വെറുതെ അതിന്റെ പേരിൽ ഇനി വഴക്കിന് പോണ്ട. ആരെന്തായാലും അവളെ കൂട്ടിക്കൊണ്ടു വന്നു കഴിഞ്ഞു. ഇനി അവള് പൗത്രികതയുള്ള പെൺകുട്ടിയാണെന്ന് തെളിയിക്കാൻ അവൻ അവൾക്കൊപ്പം ഉറച്ചു നിൽക്കും. അത് പിന്നെ ഞാനും അവനും തമ്മിലുള്ള വഴക്കി കലാശിക്കും. അത് ശരിയാ. വീട്ടിലെ ആണുങ്ങൾ തമ്മിൽ ഇടയാൻ കാരണം പെണ്ണുങ്ങൾ തന്നെയാ. ഞാൻ അവളെ ഈ വീട്ടിലെ മരുമകളായിട്ട് കണ്ടിട്ടില്ല. മുൻപ് അവൾ ഇവിടെ ജോലിക്കാരിയായിരുന്നെങ്കിൽ ഇനിയും അങ്ങനെ കാണാൻ പറ്റൂ. അതിനനുസരിച്ചുള്ള സംസാരം എന്റെ നാവിന്ന് വരൂ. എനിക്ക് പക്ഷേ അവൾ എന്റെ ഇളയ മരുമകള് തന്നെയാ. അങ്ങനെയേ കാർത്തൂനെ കാണാൻ പറ്റൂ. സമയത്തിനും കാലത്തിനും ഒക്കെ എന്തെങ്കിലും കഴിക്കണം കേട്ടോ മോളെ. ഹ, ഇവിടെ ചിലർ കഴിച്ചു കഴിഞ്ഞോ? ഇല്ലടാ, ഞങ്ങള് ഭക്ഷണം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തമ്പുരാട്ടി വരുന്നവരെ. ഞങ്ങളെ ആരും കാത്തിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊപ്പം ഇരിക്കാൻ കാർത്തൂന് യോഗ്യത ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ കഴിച്ചു കണ്ടിരുന്നോളാം. അങ്ങനെ ഇവിടെ ഒരു വേർതിരിവൊന്നുമില്ല. രണ്ടു മരുമക്കളും എനിക്ക് തുല്യരാ. ഞാനുമായിട്ട് അമ്മായി ഇവളെ തുലനം ചെയ്യാണോ? നിനക്കെന്താ പ്രത്യേകത? അപ്പച്ചിയുടെ മോളെയാണ് ഇവൻ കല്യാണം കഴിച്ചത്. അതിനപ്പുറം ഒന്നുമില്ലല്ലോ. അമ്മ വെറുതെ സംസാരിക്കാതിരിക്കേ. വഴക്കുണ്ടാക്കാൻ ഓരോരുത്തർ ഓരോ കാരണം ഉണ്ടാക്കുക. അതിന് അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ മറ്റു ചിലർക്കല്ലേ കാർത്തൂനോട് അയിത്തം.